കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hi everyone, welcome to IGNO Focus 3.0. So നമുക്ക് എല്ലാവർക്കും അറിയാം Jan 2024 ബാച്ചിലുള്ള ലേണേഴ്സ് എല്ലാവരും തന്നെ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. സോ അവർക്ക് എല്ലാവർക്കും തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഇഗ്നോ ഫോക്കസ് 3.0 എന്ന് പറയുന്നത്. സോ ഈ ഒരു പേരിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മുൻകാലത്തുള്ള ചോദ്യപേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് ഇവിടെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് MSW 001 ആണ്. സോ മൂവ് ടു അവർ ഫസ്റ്റ് സ്ലൈഡ്, IGNO Focus 3.0 Introduction. So welcome to the IGNO Term and Examination PYQUA. In-depth analysis and predictive exam guide for MSW 001. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഇവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So this guide എന്ന് പറയുമ്പോൾ is specifically designed to equip students with a comprehensive understanding of past trends, predictive insights and strategic preparation methods for the upcoming December 2024 term examination. നമ്മൾ MSWന്റെ കരിക്കുലം, ഇഗ്നോന്റെ MSWന്റെ കരിക്കുലത്തിന്റെ ഒരു കോംപ്ലക്സിറ്റീസും കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് കുട്ടികളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ അവരുടെ സ്റ്റഡി എഫേർട്സും കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യാനും അതുപോലെ അവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും അക്കാഡമിക്കലി ഒരു സക്സസ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഗൈഡ്, എക്സാം ഗൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് നോക്കാം. The primary objective of this guide is to provide a data-driven and analytical framework for exam preparation, focusing on the unique features of the MSW 001 course. So മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സിലബസ് കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ ട്രെൻഡ്സ് എങ്ങനെയാണ്. സോ ഈ പറയുന്ന ഗൈഡിലൂടെ നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് വരുന്നത്, അതിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു നല്ല അപ്രോച്ചിലൂടെ തന്നെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ എന്ത് ഹെൽപ്ഫുൾ ആണ് ഇഗ്നോ ഫോക്കസ് 3.0 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ നിങ്ങളുടെ റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽ എൻഹാൻസ് ചെയ്യാനും ഈ പറയുന്ന നമ്മുടെ ഇഗ്നോ ഫോക്കസ് 3.0 നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ അപ്രോച്ച് കമ്പൈൻസ് സിലബസ് മാപ്പിംഗ് വിത്ത് ഇൻസൈറ്റ്സ് ഫ്രം ഹിസ്റ്റോറിക്കൽ എക്സാംസ്, ensuring students gain a holistic view of the subject while remaining strategically focused. സോ ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കാനാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഇൻട്രൊഡക്ഷൻ. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഔട്ട്ലൈൻസ് ദ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓവറോൾ അപ്രോച്ച് ഓഫ് ദ ഗൈഡ്, setting the stage for effective exam preparation. And coming to syllabus mapping, എന്താണ് syllabus mapping എന്ന് പറഞ്ഞാൽ that ഒരു detailed mapping of MSW 001 ആയിരിക്കും. ആ ഒരു സിലബസിനെ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോരോ ബ്ലോക്സ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ യൂണിറ്റ്സ് എടുക്കുമ്പോഴും ആ പറയുന്ന സെക്ഷനിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ടും കുറവായിട്ടും ചോദിച്ചിട്ടുള്ള പാസ്റ്റ് ക്വസ്റ്റ്യൻസിനെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Next is comprehensive exam pattern analysis. So a statistical overview of question formats, topic distributions and evolving trends in exams patterns. And this helps students identify commonalities and variations across years. ഇത്രയും വർഷം എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു എക്സാം പാറ്റേൺ എന്താണെന്നുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഇവിടെ വരുന്നത്. Then fourth one,
which is repeated questions analysis by blocks, units, and topics. So, a detailed breakdown of questions that have appeared multiple times in past exams, enabling students to focus on key recurring themes. The fifth one is topic probability and prediction analysis. So, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസും സിലബസ് ട്രെൻഡ്സും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ഡിസംബർ 2024 ടേമിന്റെ എക്സാമിനേഷന് ഏറ്റവും കൂടുതലും ഹൈ പ്രോബിലിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് എന്താണെന്നായിരിക്കും that we are going to cover on this session. Then predictive question paper for December term examination 2024, and this is thoughtfully designed mock question paper and that mimics the format, difficulty, and content of the actual exam and offering a valuable practice opportunity so that നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ you can practice and നിങ്ങൾക്ക് ഒരു നല്ലൊരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സമയം സേവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും predictive question paper for December term examination എന്ന് പറയുന്നത്. Then seventh one, model answers with evaluation criteria. So expertly crafted answers for predicted and recurring questions accompanied by detailed evaluation criteria to guide students in crafting high scoring responses. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സ് ആണ്. അതിൽ എങ്ങനെയൊക്കെയാണ് ഇവാലുവേഷൻ വരുന്നത് എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഡേറ്റ ഡ്രിവൺ അപ്രോച്ച്. സോ ഈ പറയുന്ന ഗൈഡ് എന്തിനാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന എന്താ പറയാ നമ്മളുടെ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഗൈഡ് ഈസ് ബിൽഡ് ഓൺ എ ഫൗണ്ടേഷൻ ഓഫ് എംപിറിക്കൽ ഡേറ്റ derived from past 5 years questions papers and IGNOU syllabus for MSW 001 by integrating syllabus coverage, topic frequency analysis, and question recurrence patterns. The guide ensures that students are focusing on areas that matters most, and each predictive element is rooted in statistical analysis and subject expertise, making this as a reliable tool for targeted preparation. Next is the importance of predictive analysis and model answers. So the two critical elements of this guide, which are predictive analysis and model answers, offer unparalleled benefits for exam preparation. The first one is predictive analysis. So students can prioritize study efforts on topics with the highest likelihood of appearing in the exam, saving time and enhancing focus. Next one is model answers. These provide benchmarks for structuring answers, understanding grading expectations, and honing writing skills, ensuring students are well prepared for the descriptive nature of IGNOU exams. So course specific relevance that നമുക്ക് നോക്കാം. MSW 001 relevance എങ്ങനെയാണെന്നുള്ളത്. The MSW 001 course focuses on the historical, professional, and methodological aspects of social work as a discipline. Its multidimensional content spans topics such as നമുക്കറിയാം എന്തൊക്കെയാണ് contents ഉള്ളത്. The evolution of social work across regions, professional values and ethics, methods like casework, group work, and social action, application of theories like general system and ecological models, social work education, particularly through open and distance learning ordeal. So this guide aligns with these core themes, offering targeted strategies for mastering the syllabus while reflecting the integrative nature of social work education. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ്. സോ നമുക്ക് ബ്ലോക്ക് 1 നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്കിൽ നിന്നുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയാൽ സോഷ്യൽ വർക്ക് ഇൻ യൂറോപ്പ്, ഓഷ്യാനിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആണ് 10 times എന്ന് പറയുന്നത്. ആൻഡ് റെലവൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. Next, we are going to Unit 2, Social Work as a Profession. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് വോളണ്ടറി വേഴ്സസ് പ്രൊഫഷണൽ ആക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ്സ്. 8 times ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു യൂണിറ്റിൽ നിന്നും. ആൻഡ് അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. Unit 3, Social Work Education. അതിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, ഇൻഡിജിനൈസേഷൻ, റെട്രോസ്പെക്ട്സ് ആൻഡ് പ്രോസ്പെക്ട്സ്. അതിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 6 times ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. Come to Unit 4, Social Work Education through ODL, Development through ODL, IGNOU as a Pioneer എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫ്രീക്വൻസി 5 ആണ് ആൻഡ് അതിന്റെ റെലവൻസും മീഡിയം ആണ്. Then coming to Unit 5, Values and Ethics. അതിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ എവല്യൂഷൻ, NASW കോഡ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. The frequency എന്ന് പറയുമ്പോൾ 9 and the relevance is high. Okay.
UBO Block 2, Social Work Concepts and Primary Methods. So അതിലെ യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ വർക്ക് അതിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ചാരിറ്റി, സോഷ്യൽ മൂവ്മെന്റ്സ്, പോളിസി, ജസ്റ്റിസ്, ഡിഫൻസ്, സെക്യൂരിറ്റി. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 7, the relevance medium. Unit 2 social case work, the topics development in the West or India, application and practice, frequency of questions asked 12, relevance high. Unit 3 social group work, topics historical development, relevance, settings. The frequency എന്ന് പറയുന്നത് 8 ആണ്, relevance എന്ന് പറയുന്നത് ഹൈ ആണ്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. Then coming to unit 4, community work, അതിൽ ചോദിച്ചിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് റെലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. Then coming to block 3, secondary methods of social work. Unit 1 social actionൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, സ്കോപ്പ് ആൻഡ് കോമ്പണൻസ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 7, relevance medium. Unit 2 social work research, topics quantitative versus qualitative, practice, contribution, ethics, frequency in term and examination 8, relevance medium. Unit 3 social welfare administration, topics covered, scope, development, assumptions, processes, frequency of questions asked 10, relevance high. Unit 4 generalist practice, topics asked, system theories, ecological models and roles in practice, frequency of questions asked 9 and relevance എന്ന് പറയുന്നത് ഹൈ. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന റെലവൻസ് ലെവലിന്റെ ഒക്കെ വിഷ്വൽ ഇൻഡിക്കേറ്റർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹൈ എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ടേം എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് വിച്ച് ഈസ് സിഗ്നിഫിക്കന്റ് ഫോർ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ്. മീഡിയം വിച്ച് മീൻസ് ദാറ്റ് മോഡറേറ്റ്ലി ഫീച്ചേർഡ് ആൻഡ് എസെൻഷ്യൽ ഫോർ ഫൗണ്ടേഷണൽ നോളജ്. ആൻഡ് ലോ വിച്ച് മീൻസ് ദാറ്റ് റെയർലി മെൻഷൻഡ് ആൻഡ് മേ റിക്വയർ സെലക്ടീവ് അറ്റൻഷൻ. ആൻഡ് സമ്മറി ഓഫ് കീ ട്രെൻഡ്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ദറ്റ് നമുക്ക് നോക്കാം. കേസ് വർക്ക് ആൻഡ് ഗ്രൂപ്പ് വർക്ക് ഫ്രം ബ്ലോക്ക് 2. ദെൻ ബ്ലോക്ക് 1 നോക്കാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഹൈ പ്രയോറിറ്റി ടോപ്പിക് ആണ്. കമ്മിങ് ടു ബ്ലോക്ക് 3 ജനറലിസ്റ്റ് പ്രാക്ടീസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ദെൻ മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ കോഡ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. ദെൻ കമ്മ്യൂണിറ്റി വർക്ക് ആപ്ലിക്കേഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ലോ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് റീജിയണൽ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ വർക്ക് ഹിസ്റ്ററി, ലെസർ കവേർഡ് ഏരിയാസ് ലൈക് സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക, അതാണ് ഏറ്റവും കുറവ് പ്രയോറിറ്റി ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ടോപ്പിക് റെലവൻസ് നമുക്ക് ബാർ ഗ്രാഫ് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് 2021 to 2024 നമുക്ക് നോക്കാം. എ ബാർ ഗ്രാഫ് ഇലസ്ട്രേഷൻ question frequency by block showing the dominance of topics like social casework and professional practice. So ഇവിടെ ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക്, പ്രൊഫഷണൽ പ്രാക്ടീസും ചോദിച്ചിട്ടുള്ളതിന്റെ ഒരു ഫ്രീക്വൻസി ആണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കറിയാം സോഷ്യൽ വർക്ക്, പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ 2001 to 2024 നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ വർക്ക്, പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് വരുന്നത്. അത് കഴിഞ്ഞ് എന്ത് വരുന്നു, സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബാർ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, then pie chart distribution of questions across units ആണ്. നമുക്ക് യൂണിറ്റുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് നോക്കാം. സോ എ pie chart visualizing the proportional coverage of units emphasizing high yield areas for focus. ഏതൊക്കെ ഏരിയകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലും യൂണിറ്റ് വൈസ് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അക്രോസ് യൂണിറ്റ്സ് 2001 to 2024 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ സോഷ്യൽ വർക്ക് റിസർച്ച് എടുത്താൽ 7.9, സോഷ്യൽ ആക്ഷൻ 6.9, കമ്മ്യൂണിറ്റി വർക്ക് 8.9, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് 7.9, സോഷ്യൽ കേസ് വർക്ക് 11.9, വാല്യൂസ് ആൻഡ് എത്തിക്സ് 8.9, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ത്രൂ ODL 5.0, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ 5.9, സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ 7.9 ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് 9.9. ഇങ്ങനെയാണ് ആ ഒരു യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിലും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏതാന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സോഷ്യൽ കേസ് വർക്ക് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും വി കൻ സീ ദാറ്റ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ആണ് ആൻഡ് ഓൾസോ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുക സോ ദാറ്റ് യു കൻ ഗെറ്റ് ആൻ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. The MSW 001 exams feature a
diverse range of question types designed to test students' understanding, analytical abilities, and practical application skills. Below are the formats observed. Essay type questions ഉണ്ട് 20 marks ആണ് ചോദിക്കുന്നത്. And these require in-depth discussions and detailed explanations. ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. എക്സ്പ്ലെയിൻ ദ ഇംപ്ലിക്കേഷൻസ് ഫോർ ഇൻഡിജിനിയസേഷൻ ഓഫ് സോഷ്യൽ വർക്ക് നോളജ്. ജൂൺ 2023 ചോദിച്ചതാണ്. സോ അവിടെ ഫോക്കസ് ചെയ്യുന്ന ടിപ്പിക്കൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്, എത്തിക്കൽ ഫ്രെയിംവർക്സ് ആൻഡ് മേജർ സോഷ്യൽ വർക്ക് മെത്തേഡ്സ്. ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കവർ ചെയ്യേണ്ടത്. ഓക്കെ. Then alternative or choice based questions ആണെന്നുണ്ടെങ്കിൽ students choose one of two questions. Example, discuss the origin and development of social work education through ODL, or describe the emergence of global standards in social work education. You can answer one of each questions. Okay. Mid-length questions നോക്കാം. 10 marks each ആണ്. Answered in 300 words. These explore specific subtopics. Example, differentiate between community development and community organization. Then coming next one, short answer questions ആണ്. 5 marks ആണ്. Briefly address key concept in 150 words. Example, what are the essential components of social action? Then short notes എന്താന്ന് ചോദിച്ചാൽ 4 മാർക്കിനുള്ളതാണ്. Concise explanations of terms or concept ആണ്. 100 wordsലാണ്. എക്സാമ്പിൾ ഇവിടെ പറയുന്നത് social network or NASW code of ethics ആണ്. Okay. Next, block and unit coverage trends ആണ്. The analysis reveals recurring patterns in blocks and units tested across termed examination. So block 1 social work profession നോക്കിയാൽ unit tested frequently എന്ന് പറയുമ്പോൾ history of social work unit 1 and ethics unit 5 ആണ് കുറേയും കൂടി നമുക്ക് frequently വന്നിട്ടുള്ളത്. Common questions types essay, short answers. Block 2 social work unit tested frequently. Social case work unit 2, community work unit 4. Common questions types essays, mid-length, short notes. Block 3 secondary methods unit tested frequently. Social welfare administration unit 3 and social action unit 1. Common questions types essays, mid-length questions. So the key observations എന്ന് പറയുമ്പോൾ social case work social welfare administration dominate. Essay type questions ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. Short answers and notes frequently draw from ethics and community work. അതിൽ നിന്നുമാണ് short answers വന്നിട്ടുള്ളത്. So recent trends എന്ന് പറയുമ്പോൾ 2023 and 2024 നോക്കുമ്പോൾ increased focus on ODL in social work education and ecological systems theory. Okay. Mark distribution trends നമുക്ക് നോക്കാം. IGNOU's MSW 001 exam allocates marks in a structured manner, ensuring coverage of all blocks and units. Below is a typical mark distribution based on past papers. Essay questions 2 into 20 marks വരുന്നത് 40 ആണ്. Proportion of exam എന്ന് പറയുന്നത് 40% ആണ്. Mid-length questions 2 into 10 marks 20. Proportion of exam 20%. Short answer questions 4 into 5 mark 20. Proportion of exam 20%. Short notes 5 into 4 marks വരുന്നത് 20 ആണ്. Proportion of exams എന്ന് പറയുന്നത് 20% ആണ്. Visual representation, bar chart, block wise question coverage ആണ്. എങ്ങനെയൊക്കെയാണ് block wise ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്നാണ്. സോ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് ആണ് ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് അടുത്ത് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തൊരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്. ഓക്കെ, അതാണ് അടുത്തായിട്ടും ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻസ് കവറേജ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് 3 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ബ്ലോക്ക് 2 വരുന്നത്. ഓക്കെ,
ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് ബ്ലോക്ക് 1 ആണ്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2, അതായത് സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് തേർഡ് ബ്ലോക്കിൽ നിന്ന് കമ്പയറിംഗ് ടു ദീസ് 2 ബ്ലോക്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ പൈ ചാർട്ട് മാർക്ക് അലൊക്കേഷൻ ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ 20% ചാൻസ് ആണ് ചോദിക്കാനുള്ളത്. മിഡ് ലെങ്തും 20% ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് 40% ആണ്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക് ആണ്. ബ്ലോക്ക് 1 സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ 35% ഓഫ് ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആണ്. 40% ഓഫ് ആവറേജ് മാർക്ക് കോൺട്രിബ്യൂഷൻ ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ സെക്രട്ടറി മെത്തേഡ്സ് ആണ്. 25% ഓഫ് എന്താണ് മാർക്ക് കോൺട്രിബ്യൂഷൻ ആണ് വന്നിട്ടുള്ളത്. കീ ഇൻസൈറ്റ്സ് ഫോർ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ focus heavily on social casework, social welfare administration and ethics, as these are frequently tested across all question format. Allocate time to essay preparation for units with broader themes, example historical development, professionalization of social work. Then practice writing concise answers for frequently repeated question topics like community work, applications, and social action components. Then recent papers suggest drawing attention on audial and systems theories. These should not be overlooked. Okay. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. നമുക്ക് ബ്ലോക്കില് യൂണിറ്റിന്റെ ഉള്ളില് എങ്ങനത്തെയാണ് ടോപ്പിക്സും അതുപോലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിക്കർ ആയിട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 സോഷ്യൽ വർക്ക് പ്രൊവിഷൻ യൂണിറ്റ് കവേർഡ് യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 5. സോ യൂണിറ്റ് 1 നോക്കിയാൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ നോർത്ത് അമേരിക്ക. അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ നോർത്ത് അമേരിക്ക 2022ലും 2024ലും ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി 2 ആണ്. Then global standards in social work education. അവിടെ ചോദിച്ചിട്ടുള്ള recurring questions describe the emergence of global standards 2022 and 2023, frequency 2. Unit 2 topic voluntary versus professional action. Recurring questions distinguish professional action from charity 2021 and 2023, frequency of question asked 2. Unit 5 NASW code of ethics. Recurring questions list 6 purposes of NASW code 2022, 2023, and 2024, frequency 3. Block 2, concepts and methods, unit 2, casework, topic, historical development and application, recurring questions, tracing historical development of casework in the West and India, 2023 and 2024, frequency of questions asked 2. Then application and practice, question, explain application of social casework in any 5 settings, 2021 and 2022, frequency 2. Unit 4, community work, scope of community organization, differentiation between community development and organization 2022 and 2024, frequency 2. Block 3, secondary methods, unit 1, social action, components and scope of social action, question, enlist essential components of social action 2022 2023, frequency 2. Block 3 secondary methods unit 1 and unit 3 ആണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ ആക്ഷൻ കോമ്പണൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് യൂണിറ്റ് 1. അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എൻലിസ്റ്റ് എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ 2022 and 2023, questions asked 2. Unit 3 administration, social welfare administration, question, define and discuss scope of social welfare administration 2021, 2022 and 2024, questions asked 3 times. Mark allocations for recurring topics. The table below summarizes the marks typically allocated to recurring topics in past exams. Topic, global standards in social work. Marks per question 20, total recurrence 2, total marks 40. Okay, so ഏറ്റവും എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിന്റെ ക്വസ്റ്റ്യന്റെ മാർക്ക് ഏതാണ്, എത്ര തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ടോട്ടൽ മാർക്സ് എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. Next one, NASW Code of Ethics, marks per question 5, total recurrence 3, total marks contribution 15. Then historical development of casework, marks per question 20, total recurrence 2, total marks contribution 40. Application of social casework, marks per question 20, total recurrence 2, total marks contribution 40. Social welfare administration, marks per question 20, total recurrence 3, and total marks contribution 60. Recommendations for high frequency areas. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ്. Focus on high yield units, prioritize social casework, NASW Code of Ethics and Social Welfare Administration, which have the highest recurrence and marks allocation. Practicing writing
Practice writing structured answers. Prepare detailed essays for topics like global standards in social work and casework development, ensuring logical flow and coverage of key points. Short notes and concepts. Revise concise definitions and components for topics like social action and NSW Code of Ethics, as these frequently appear in short answer questions. Then 4 cross-linked topics. Identify interconnections such as how social work ethics integrates with both professional and global standards. Trends in recurring questions. Consistency in core areas. Core topics like casework and ethics have been consistently tested, reflecting their foundational importance. Recent focus on ODL and global standards. A noticeable trend in recent exams includes questions on ODL in social work education and global standards, suggesting increased relevance. Equal emphasis on theory and application. Questions balance theoretical framework, example history of social work, and practical applications, example social casework in settings. Topic probability and prediction analysis. ഏതൊക്കെ ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ ഈച്ച് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ പ്രോബിലിറ്റി റേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ബ്ലോക്ക് 1 സോഷ്യൽ വർക്ക് പ്രൊഫഷൻ യൂണിറ്റ് 1 ഹിസ്റ്ററി എടുത്താൽ topic development in North America, probability very high. Justification, frequently tested, key focus in global perspectives 2020 to 2024. Unit 3 education, topic emergence of global standards, probability very high. Justification, recent trend with multiple appearances 2022 and 2023. Unit 5 ethics, topic NSW Code of Ethics, probability very high. Justification request in both essays and short notes foundational to the course 2022, 2023 and 2024. Block 2 concepts and methods. Unit 2 social casework. Topic historical development and application, probability very high. Justification consistently tested in various formats 2023 and 2024. Unit 4 community work, community development versus organization, probability very high. And justification popular topic but recent decline in frequency. Block 3 unit 1 social action, topic essential components and scope, probability very medium ആണ്. Justification എന്ന് പറയുമ്പോൾ regularly appears but usually in mid-length questions. Unit 3 administration, social welfare administration ആണ് topic, probability high. Justification repeated emphasize in essay questions 2021, 2023 and 2024. Next, justifications for predictions. High probability topics എന്ന് പറയുമ്പോൾ topics such as NSW Code of Ethics, Social Welfare Administration and Historical Development of Social Casework are foundational, appearing consistently in both long and short formats across multiple years. Then medium probability topics എന്ന് പറയുമ്പോൾ subjects like community development versus organizations are still relevant but have shown variability in recent exams. They are more likely to appear as short notes or mid-length questions. Low probability topics, less prominent topics such as specific regional histories like South America or indigenization implications might appear sporadically or in niche sections. Study priority list, top priority, high probability, focus on mastering essays and detailed responses for NSW Code of Ethics, Social Welfare Administration, Development of Social Casework. ഇതിന്റെ ഒരു essay എഴുതുന്ന രീതിയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. Then suggest strategy എന്ന് പറയുമ്പോൾ prepare comprehensive notes and practice time bound writing എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യാം, നോട്ട്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഓൾസോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് റൈറ്റിംഗ്. ഓക്കെ.
Secondary priority, medium probability ആണ്. Pay attention to community development and social action components. Scope and relevance of general systems and ecological models. Suggested strategy എന്ന് പറയുമ്പോൾ revise key definitions and examples. Emphasize brevity for short notes. Third one, tertiary priority, വളരെ കുറഞ്ഞ പ്രോബിലിറ്റി ഉള്ളതാണ്. റിവ്യൂ റീജിയണൽ ഹിസ്റ്ററീസ് ഓഫ് സോഷ്യൽ വർക്ക്, എക്സാമ്പിൾ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. മാർജിനലി ടെസ്റ്റ് ടോപ്പിക്സ് ലൈക്ക് ശ്രമദാൻ ഓർ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ്. സജസ്റ്റഡ് സ്ട്രാറ്റജി, ക്വിക്ക് ആയിട്ട് നിങ്ങൾ എന്ത് റിവൈസ് ചെയ്യുക. ഡു നോട്ട് അലോക്കേറ്റ് എക്സസീവ് സ്റ്റഡി ടൈം. ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ടൈമും നിങ്ങൾ എന്ത് ചെയ്യാണ്ടിരിക്കുക, സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കാണ്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ടോപ്പിക് പ്രോബിലിറ്റീസ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക്. ബ്ലോക്ക് 1 നോക്കാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഹൈ ആയിട്ട് ചോദ്യത്തിൽ 70% ആണ്, മീഡിയം 20%, ലോ 10%. ഓക്കെ, ബ്ലോക്ക് 2 കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ് എടുത്താൽ അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഹൈ ആയിട്ട് ചോദിച്ചിട്ടുള്ള 60% ആണ്, മീഡിയം ലെവലിൽ 30% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവലിൽ 10. Then block 3 secondary methods, high 50%, medium 40%, and low 10%. Strategic tips for high probability topics, structured answers. Focus on key points such as historical milestones, definitions, and practical examples. Use headings and subheadings for clarity. Practice short notes. Concise explain components like social action or NASW code within 100 or 150 words. Simulate exam conditions. Allocate time for essays, mid-length questions, and short notes based on historical mark distribution. Then predictive question paper. Predictive question paper for December term and examination 2024 ആണ്. Master's degree in social work, MSW term and examination December 2024. MSW 001 original development of social work, time 3 hours, maximum mark എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ ലേൺ വൈസ് ആപ്റ്റിറ്റ്യൂഡ് ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആപ്ലിക്കേഷനിൽ വീഡിയോസ് ഉണ്ട്, ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഇതിന്റെ ഈ ഒരു PDFs കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. സോ ദാറ്റ് ഈ പറയുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് യു ക്യാൻ ഗോ ത്രൂ ദീസ് PDF ആൻഡ് നിങ്ങൾക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ അറ്റംപ്റ്റ് ഓൾ 5 questions. Second, all questions carry equal mark. Answers to questions 1 and 2 should not exceed 600 words each. Answers to question 3 should not exceed 300 words each. Answers to question 4 should not exceed 150 words each. Write short notes for questions 5 in approximately 100 words each. Okay. Question 1, 20 marks ആണ്. Discuss the historical development of social work and social welfare in North America, or explain the emergence and significance of global standards in social work education. Next question, 20 marks ആണ്. Trace the historical development and application of social casework in the West and India, or describe the scope and relevance of social welfare administration as a method in social work. Question 3, 10 marks each. Answer any 2 of the following in about 300 words each. Differentiate between community development and community organization, providing examples from practice. Discuss the purpose and objectives of social work with illustration. Explain the ecological systems theory and its relevance in generalist social work practice. Highlight the role of social work research in advancing professional practice. Question 4, 5 mark ആണ്. Answer any 4 of the following in each 150 words. Question number 1, identify the key components of professional social work values. B, briefly describe the importance of social group work in various settings. C, differentiate between qualitative and quantitative research in social work. D, discuss the essential components of social action. E, explain the implications for indigenization of social work knowledge. F, highlight the contribution of community work to social development. Question 5, 4 marks each. Write short notes on any 5 of the following in about 100 words each. A, NASW codes of ethics. B, social movement and reform. C, social security. D, friendly visitors and charity organization societies. E, generalist social work practice. F, ecological systems theory. G, social work in pre-industrial society. And H, social defense and social welfare. സോ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്യുക.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോരോ ബ്ലോക്കും ഓരോരോ യൂണിറ്റ് കവർ ചെയ്തിട്ട് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും ഹൈ, മീഡിയം, ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. ഇപ്പൊ എക്സാമിന് ഇതുവരെയും പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ഇഗ്നോ ഫോക്കസ് 3.0 കവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളെല്ലാം അടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ പറയുന്ന വീഡിയോസ്, നിങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് യൂസ്ഫുൾ ആക്കി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങൾ അത് ഗോ ത്രൂ ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേൺവൈസിന്റെ ആപ്ലിക്കേഷൻ എടുത്താൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസും ലൈവ് സെഷൻസും എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം. അതേപോലെ തന്നെ ഈ PDF നമ്മുടെ ആപ്പിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. സോ എല്ലാവരും ഗോ ത്രൂ ചെയ്യുക. എല്ലാവർക്കും ഞാനൊരു ബെസ്റ്റ് വിഷസ് നേരുകയാണ്. ബൈ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.